മേയർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. മാത്രമല്ല 5 മണിക്കൂറോളം നമ്മുടെ ഫയർ സംവിധാനത്തിനകത്ത് വെള്ളം ചീറ്റാൻ പറ്റിയില്ല. കാരണം കെട്ടിടത്തിന്റെ പ്രശ്നമായിരുന്നു. കുറെ പേരുടെ കരിഞ്ഞ ജീവിതത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം. പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിന്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. വളരെ ദൌർഭാഗ്യകരമായി പോയി. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൌണുമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ്. എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. വെറുതെ നിൽക്കേണ്ടി വരുന്നു. വെള്ളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അഗ്നിരക്ഷാ ശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ്. AC ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം കൊട്ടി അടയ്ക്കുകയാണ് AC ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒറ്റക്കാര്യം. അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ ഇതൊരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവരുടെ ഗോഡൌൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. അനധികൃത നിർമ്മാണം അത് അവർക്ക് അനുമതി കൊടുത്തതല്ല. ഇതൊരു ഷെയ്ഡാണ്, ഇതൊരു നടവഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു നടവഴിയാണ്, വരാന്തയാണ്. ആ വരാന്ത പോലും കെട്ടിയടച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് അവർ AC ആക്കി അവരവരുടെ ഗോഡൌൺ ആക്കി പ്രവർത്തിക്കുന്നു. ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ? അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ആയതാണ്. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോടുകൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണമെന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. തീർച്ചയായും കോർപ്പറേഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യാൻ പോകും. അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഫയർ ഓഡിറ്റിംഗ് ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. മേയർ, ഇത് പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ടും കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരോ ആരും കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വന്ന ശേഷം ഇത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റും. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താ നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ പാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്ച പറ്റിയെന്ന് പറയുമെന്നല്ലാതെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൌൺസിലല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി, നമ്മളൊരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ല, ഇത് നമ്മള് കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യാണ്. അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത്.
അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ഈ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം യെസ്, കോഴിക്കോട് മ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ വലിയ തീപിടുത്തം. സ്പോട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്. ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിനൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ മേയർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ കെട്ടിടം ആ തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ എങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം മേയറുടെ കയ്യിലുമില്ല. ആരനുമതി നൽകി, ഇനി അനുമതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യങ്ങൾക്കൊന്നും മേയറുടെ ഭാഗത്തു നിന്ന് മറുപടിയില്ല. അന്വേഷിക്കും, പരിശോധിക്കും, യോഗം ചേരും എന്നൊക്കെയാണ് മേയർ മറുപടി നൽകിയിട്ടുള്ളത്. എന്തായാലും